മഴതോരും മുൻപേടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെറിൻ്റെ കുഞ്ഞിനെ എവിടെ വെച്ചാണ് അവസാനമായി ഷെറിൻ കണ്ടത് എന്ന് അലീന ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഓർഫനേജിൽ വെച്ചാണ് അവസാനമായി കണ്ടത് എന്ന് ഷെറിൻ പറയുകയാണ്. അലീനയുടെ ഭാഗത്തു നിന്നും അടുത്ത ചോദ്യം ഇപ്പോൾ ഉണ്ടാകുമെന്ന് ഷെറിന് മനസ്സിലായി. അവൾ ആശങ്കയിലായി. ഞാൻ എല്ലാം തുറന്നു പറഞ്ഞാൽ ശരിയാവുമോ? അലീനയെ കണ്ടിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അലീന ഷെറിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. റാണി ആൻറ്റി ഇപ്പോൾ പൂർണ്ണമായും നോർമലാണ്. അതുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്. റാണി ആൻറ്റിക്ക് എന്നോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയാണോ? പേടിക്കണ്ട കേട്ടോ, എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എങ്കിലല്ലേ എനിക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഷെറിൻ അപ്പോൾ ചുറ്റുമൊന്ന് നോക്കിയിട്ട് അലീനയോട് പതുക്കെ പറഞ്ഞു. ശ്രീകാര്യം എന്നൊരു സ്ഥലത്തിനടുത്ത ഓർഫനേജിൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ. കൃത്യമായ സ്ഥലം പറയാൻ എനിക്കറിയില്ല. അങ്ങോട്ടെന്നെ കാറിലേക്ക് കൊണ്ടുപോകുന്നത്. അതും സന്ധ്യ കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത്. അപ്പച്ചനും പറയും കണ്ണടച്ചിരുന്നോളാൻ. സ്ഥലവും റോഡും ഒന്നും ഞാൻ തിരിച്ചറിയാൻ പാടില്ല. റാണി ആൻറ്റി മോളെ കാണാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരു 3 തവണ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതും ഒത്തിരി നിർബന്ധിക്കുമ്പോഴാണ് അപ്പച്ചൻ കൊണ്ടുപോകുന്നത്. ഞാൻ പട്ടിണി കിടക്കും, സൂയിസൈഡ് ചെയ്യുമെന്ന് പറയും. അന്നേരം ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞ് കാറ് കയറ്റി കൊണ്ടുപോകും. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഓർഫനേജാണ് അത്. കോൺവെൻറ്റിന് മുമ്പിൽ കാർ നിർത്തിയിട്ട് എന്നെ ഇറക്കി നടത്തിക്കൊണ്ട് പോകും. ഒരു മുറ്റവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും കടന്ന് കുറേ പടി കയറി ഒരു കെട്ടിടത്തിന് നീണ്ട വരാന്തയിൽ ചെല്ലും. 2 നിലയുണ്ടതിന്. താഴത്തെ നിലയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളും മുകളിലത്തെ നിലയിൽ കൊച്ചു കുഞ്ഞുങ്ങളും. റാണി ആൻറ്റി പറഞ്ഞ ഈ ഓർഫനേജ് എനിക്കറിയാം. ഞാൻ അവിടെ എൻ്റെ മമ്മിയുടെ കൂടെ പോയിട്ടുണ്ട്. ഞാനും ഒരു അനാഥയായിരുന്നല്ലോ. അലീന ഏത് ഓർഫനേജിലായിരുന്നു? ഞാൻ കഴക്കൂട്ടത്തായിരുന്നു. സ്നേഹനികേതനം എന്ന എൻ്റെ ഓർഫനേജിൻ്റെ പേര്. അലീനയ്ക്കറിയാമോ അലീനയുടെ അമ്മ ആരാണെന്ന്? അലീന പറയാൻ ഭാവിച്ചതും പെട്ടെന്ന് വല്യപ്പച്ചനും പപ്പയും പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അലീനയുടെ അമ്മയെക്കുറിച്ച് ആരോടും ഒന്നും പറയരുത്. പപ്പയ്ക്ക് പണ്ടൊരു പാലക്കാരി പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്നു എന്നല്ലാതെ അത് ആരാ എന്താണെന്നൊന്നും ആർക്കും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഓർമ്മപ്പെടുത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. കൊട്ടാരമറ്റം തറവാട്ടിൽ പോയപ്പോൾ ആൻസിയും വത്സമ്മയും അലീനയോട് ചോദിച്ചിരുന്നു അമ്മ ആരാണെന്നും എവിടെയാണെന്നൊക്കെ. എന്നാൽ വല്യപ്പച്ചനും പപ്പയും ആരോടും ഒന്നും പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് അറിയില്ല എന്നാണ് അവരോട് പറഞ്ഞത്. ഇപ്പോൾ റാണി ആൻറ്റിയുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ അലീന ചിന്തിച്ചിരുന്നു. ഷെറിൻ അലീനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലെങ്കിലും അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ അറിയും അവരുടെ അമ്മ ആരാണെന്ന്? പക്ഷെ അവരുടെ അമ്മമാർക്കറിയാം. അങ്ങനെയല്ല റാണി ആൻറ്റി, എല്ലാ അമ്മമാർക്കും അറിയില്ല. അവരറിയാതെയും അവരുടെ മക്കൾ അനാഥാലയങ്ങളിൽ വന്നു ചേരുന്നുണ്ട്. നിന്റെ അമ്മ ആരാണെന്ന് ലാലിച്ചാൻ അറിയില്ലേ? അറിയാം. അപ്പച്ചനോ? വല്യപ്പച്ചനും അറിയാം. എന്നിട്ട് നീ അവരോട് ചോദിച്ചില്ലേ നിന്റെ അമ്മ ആരാണെന്ന്? അവരോട് ചോദിക്കാതെ തന്നെ എനിക്കറിയാമായിരുന്നു റാണി ആൻറ്റി. ഷെറിൻ അലീനയെ അതിശയത്തോടെ നോക്കി. ആരാ നിന്റെ അമ്മ? എനിക്കത് പറയാൻ കഴിയില്ല റാണി ആൻറ്റി. ഓക്കെ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ സ്ത്രീ നിന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്നിട്ട് നിന്നെ തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല റാണി ആൻറ്റി. എങ്കിലേ അത് നിന്റെ അമ്മയല്ല. ഞാൻ എൻ്റെ മോളെ എവിടെ കണ്ടാലും തിരിച്ചറിയും, എത്ര കാലം കഴിഞ്ഞാലും. അങ്ങനെയല്ല റാണി ആൻറ്റി, എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ജനിച്ചപ്പോഴേ ഞാൻ മരിച്ചു. അത്രേ എൻ്റെ അമ്മയ്ക്ക് അറിയൂ. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അവരുടെ മകളാണെന്ന്? അമ്മയ്ക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഷെറിൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറേ നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു. അപ്പോൾ എന്നോടും കള്ളം പറഞ്ഞതായിരിക്കുമല്ലേ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന്? ആരാ അങ്ങനെ റാണി എന്നോട് പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു. ഓർഫനേജിൽ പോയി അന്വേഷിച്ചില്ലേ? അവിടെ ഇല്ലായിരുന്നു. അവിടെ വെച്ച് ആരും ദത്തെടുത്ത് കൊണ്ടുപോയി. അതിനുശേഷമാണ് എൻ്റെ കുഞ്ഞ് മരിച്ചത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. സത്യം എന്താണെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തണം റാണി ആൻറ്റി. അതിനുള്ള മറുപടിയൊന്നും ഷെറിൻ പറഞ്ഞില്ല. രാത്രി കിടക്കാറായപ്പോൾ ഔതക്കുട്ടി അലീനയുടെ റൂമിലേക്ക് വന്നു. ഷെറിൻ എവിടെയാ മോളെ കിടക്കുന്നത്? എൻ്റെ മുറിയിലെ വല്യപ്പച്ച. അയ്യോ, അത് ശരിയാവില്ല. അതെന്താ വല്യപ്പച്ച? അത് വേണ്ട, ഇവിടെ തൊട്ടടുത്ത മുറിയുണ്ടല്ലോ, അവിടെ കിടത്തിയാൽ മതി. റാണി ആൻറ്റിക്ക് പരിചയമാകുന്നത് വരെ എൻ്റെ അടുത്ത് കിടന്നോട്ടെ വല്യപ്പച്ച. അലീന, അത് വേണ്ട. നിനക്ക് ചിലപ്പം ഉറങ്ങാൻ പറ്റില്ലെന്ന് വരും. രാത്രിയിലൊക്കെ ഓർക്കാപ്പുറത്ത് എണീറ്റ് ലൈറ്റിട്ടുകൊണ്ട് മുറി കൂടി നടക്കും. ചിലപ്പം പാട്ട് പാടും, വർത്തമാനം പറയും, ചിരിക്കും, കരയും. നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനീ പറയുന്നത്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് അല്പം പേടി തോന്നി. എന്നും അങ്ങനെയുണ്ടോ? എന്നുമില്ല, വല്ലപ്പോഴും. ഉപദ്രവിക്കുമോ? ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വെച്ച് ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, അവൾ കിടക്കുന്ന മുറി പുറമേ നിന്ന് പൂട്ടും. അല്ലെങ്കിൽ രാത്രിയിൽ ചിലപ്പം ഇറങ്ങിപ്പോയെന്ന് വരും. അലീന ഷെറിനെ നോക്കി. സാരമില്ല വല്യപ്പച്ച, ഇന്ന് എന്തായാലും ഒരു ദിവസം ഇവിടെ കിടന്നോട്ടെ. ഇന്ന് എന്തെങ്കിലും പ്രശ്നമാക്കുകയാണെങ്കിൽ നാളെ ഞാൻ മാറ്റി കിടത്തിക്കോളാം. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്. നിന്നെ പപ്പ വിളിക്കുന്നുണ്ട്.
ഷെറിനോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അലീന സ്റ്റാലിനിയുടെ അടുത്തേക്ക് ചെന്നു. പോകുന്നതിനിടയിൽ അവതക്കുട്ടി അലീനയോട് ചോദിച്ചു, അവൾ നിന്നോട് വല്ലതും പറഞ്ഞോ? ഒരു മോളുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അതിനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചെന്നും പറഞ്ഞു. ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. മരിച്ചുപോയെന്ന് ആരൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പറഞ്ഞു. എല്ലാം അവളുടെ ഓരോരോ തോന്നലുകളാണ്. കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം പൈത്യം തുടങ്ങിയെന്ന്. അതാണ് ലക്ഷണം, അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. ഒരു മോളുണ്ടായിരുന്നൊക്കെ വെറുതെ പറയുന്നതാണ് വല്യപ്പച്ച, പിന്നല്ലാതെ. അലീന അവതക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി. ഇനി അഥവാ അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ വല്യപ്പച്ചനെ ഞാൻ എങ്ങനെ കരുതണം? അത് കേട്ടപ്പോൾ അവതക്കുട്ടി അന്താളിച്ച് നിന്നുപോയി. ചോദ്യം സൗമ്യമായിരുന്നെങ്കിലും അതിലുണ്ടായിരുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം അയാൾക്ക് നന്നായിട്ട് ഹൃദയത്തിൽ തറച്ചു കയറി. എൻ്റെ ചോദ്യം വല്യപ്പച്ചൻ നന്നായിട്ട് കൊണ്ടു എന്ന് അലീനയ്ക്ക് മനസ്സിലായി. എന്നാൽ അപ്പോഴേക്കും സ്റ്റാൻലിയുടെ റൂം എത്തിയതിനാൽ അവതക്കുട്ടിക്ക് അലീനയോട് മറുപടി പറയേണ്ടി വരാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. പപ്പ എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അലീന സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നു. അത് ഞാൻ പറയാം, നീ ഇവിടെ ഇരിക്ക്. ഷെറിനെ പറ്റി ആരാ നിന്നോട് പറഞ്ഞത്? അപ്പച്ചനാണോ? വല്യപ്പച്ചൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പപ്പ. പിന്നെ പൊന്നൂർക്ക് പോയപ്പോൾ കിട്ടിയ വിവരങ്ങളാണോ? അല്ല പപ്പ. ഷെറി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ചപ്പോൾ ഒരു മോളുണ്ടായിരുന്നെന്ന് സമ്മതിച്ചു, അത്രയേ ഉള്ളൂ. പപ്പയ്ക്കറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം. ഞാൻ തറവാട്ടിലേക്ക് പോകാറേ ഇല്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒറ്റപ്പെട്ടവനായിരുന്നു. അവിടുത്തെ വിവരങ്ങളൊന്നും എന്നെ ആരും അറിയിക്കാറുമില്ല. കല്യാണമോ മരണമോ ഉണ്ടായാൽ മാത്രം പോകും. ഷെറിൻ്റെ കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾക്കെന്തോ മാനസിക രോഗമുണ്ടായെന്നും ഹസ്ബൻഡ് ഉപേക്ഷിച്ചുവെന്നും മാത്രം അറിയാം. എന്നെ പങ്കെടുപ്പിക്കാത്ത വിഷയങ്ങളൊന്നും ഞാൻ അന്വേഷിക്കാറുമില്ലായിരുന്നു. കല്യാണത്തിന് മുൻപ് റാണി ആൻറ്റി ഒരു കുഞ്ഞിനെ പ്രസവിച്ച വിവരം പപ്പ അറിഞ്ഞിട്ടേയില്ല. അതേക്കുറിച്ചൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല. ഒരു അഫയർ ഉണ്ടായിരുന്നുവെന്നും അതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായിരുന്നെന്നും മാത്രമേ എനിക്കറിയാവൂ. എന്നാൽ ഞാൻ പറയാം. റാണി ആൻറ്റി എറണാകുളത്ത് പഠിച്ചിരുന്ന കാലത്ത് അവിടെ പാലാരിവട്ടത്തിനടുത്ത് ജിജോ എന്നൊരാളുമായി സ്നേഹത്തിലായിരുന്നു. ജിജോയുടെ പപ്പയും ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. പേര് മാമച്ചൻ. മമ്മിയുടെ പേര് ഗ്രേസമ്മ. വീട്ടിലൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഇഷ്ടമായിരുന്നു. കല്യാണം ആലോചിക്കുന്നതിനിടയിൽ ജിജോ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു. ആ സമയം റാണി ആൻറ്റി ഗർഭിണിയായിരുന്നു. കുറേ താമസിച്ചാണ് പുനലൂരെ വീട്ടിൽ ഈ വിവരം അറിഞ്ഞത്. എന്തായാലും റാണി ആൻറ്റി ആ കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാൽ വല്യപ്പച്ചനും കൊച്ചച്ചന്മാരും ചേർന്ന് ആ കുഞ്ഞിനെ അഗതി മന്ദിരത്തിന് സംഭാവന നൽകി. എന്നെ ചെയ്തതുപോലെ. റാണി ആൻറ്റി കുട്ടിയെ കാണണമെന്ന് വാശി പിടിച്ചു. നിവൃത്തിയില്ലാതെ തറവാട്ടിലുണ്ടായിരുന്നവർ ഇടയ്ക്കിടെ റാണി ആൻറ്റിയെ തിരുവനന്തപുരത്തെ ഓർഫനേജിൽ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾ അലീന എങ്ങനെ അറിഞ്ഞു എന്ന ആശ്ചര്യത്തോടെ സ്റ്റാൻലി അലീനെ തന്നെ നോക്കിയിരുന്നു. അയാൾ ഇതേപ്പറ്റി മുൻപ് കേട്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. അലീന തുടർന്ന് പറഞ്ഞു. കുഞ്ഞിന് 2 വയസ്സായപ്പോഴേക്കും വീട്ടുകാരെല്ലാം കൂടി നിർബന്ധിച്ച് റാണി ആൻറ്റിയുടെ കല്യാണം നടത്തി. അതെനിക്കറിയാം. ടോണി എന്നു പേരുള്ള ഗൾഫുകാരൻ, മൂവാറ്റുപുഴ സ്വദേശി. കല്യാണം കഴിഞ്ഞ് അയാൾ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയതും അറിയാം. 1.5 വർഷത്തിന് ശേഷം റാണി ആൻറ്റി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തിരുവനന്തപുരത്തെ ഓർഫനേജിൽ ചെന്നു കുഞ്ഞിനെ കാണാൻ. പക്ഷെ കുഞ്ഞ് അവിടെയില്ല. അതിനെ ആരോ ദത്തെടുത്ത് പോയെന്നും പിന്നീട് ആ കുഞ്ഞ് എന്തോ രോഗം വന്ന് മരിച്ചുപോയെന്നുമാണ് റാണി ആൻറ്റിക്ക് കിട്ടിയ വിവരം. റാണി ആൻറ്റി അത് വിശ്വസിച്ചില്ല. തിരിച്ച് ഗൾഫിൽ ചെന്ന ശേഷം റാണി ആൻറ്റിക്ക് മോളെപ്പറ്റി ഓർത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തീർച്ചയില്ല. കൊന്നതാണോ ആർക്കെങ്കിലും വിറ്റതാണോ എന്നും അറിയില്ല. ഒരമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റുമോ? എന്തായാലും റാണി ആൻറ്റിയുടെ ഭർത്താവ് മാനസിക രോഗിയായ ഭാര്യയും കൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. കൊട്ടാരമറ്റം തറവാട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുണ്ടായത് സത്യമാണെന്ന് വീട്ടിലുള്ളവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാ റാണി ആൻറ്റി ഉപേക്ഷിക്കപ്പെട്ടത്. അലീന പറഞ്ഞു നിർത്തി. സ്റ്റാൻലി വിശ്വാസം വരാതെ അലീനെ തന്നെ നോക്കിയിരുന്നു. പിന്നീട് കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. ഇതെല്ലാം സത്യമാണോ അലീന? എല്ലാം സത്യമാണ് പപ്പ. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അതുതന്നെയാണ് റാണി ആൻറ്റിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പച്ചൻ പണ്ട് മുതലേ അന്തസ്സിൻ്റെ ആളാ. തറവാടിൻ്റെ അന്തസ്സ് നോക്കി എന്തും ചെയ്യൂ. ഔസേപ്പച്ചനും ആൽബർട്ടുമാണെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരാണ്. ഈ അന്തസ്സ് എന്ന് പറഞ്ഞാൽ എന്താ പപ്പ? അതെവിടെയിരിക്കുന്നേ? മോടി പിടിപ്പിച്ച വലിയ ബംഗ്ലാവിലും വില കൂടിയ കാറിലും മുൾവേലി കെട്ടി അതിലിട്ട എസ്റ്റേറ്റിലുമാണോ? വലിയ ഇരുമ്പ് ഗേറ്റിൽ എഴുതി വെച്ച കൊട്ടാരമറ്റം എന്ന വീട്ടുപേരിലാണോ? ആ അന്തസ്സ് എത്ര കാലം നിലനിൽക്കും? ബംഗ്ലാവ് ആരെങ്കിലും ഇടിച്ചു കളഞ്ഞ് പുതിയത് പണിയും വരെ. ഇതിനൊക്കെ അന്തസ്സ് എന്നല്ല പറയേണ്ടത്, അഹങ്കാരം എന്നാണ്. അന്തസ്സ് അവനവൻ്റെ ഹൃദയത്തിലാണ് വേണ്ടത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം. ആൾക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും അപവാദം പറയിപ്പിക്കാതെ നോക്കണ്ടേ അലീന? ആര് നോക്കണം പപ്പ? അപവാദം പറയാതെ നോക്കേണ്ടത് ആൾക്കാരും നാട്ടുകാരുമാണ്, നമ്മളല്ല. നമ്മുടെ ജോലി എന്താ? അന്തസ്സായിട്ട് പെരുമാറുക. ഞാൻ പപ്പയുടെ മോളാണെന്നറിഞ്ഞപ്പോൾ പപ്പ ആൾക്കാരെയും നാട്ടുകാരെയും നോക്കിയോ? ഇല്ലല്ലോ. അന്തസ്സായിട്ട് എന്നെ സ്വന്തം മോളായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും എന്തൊരു സന്തോഷമാ.
ആൾക്കാരും നാട്ടുകാരും പറയുന്നുണ്ടായിരിക്കും, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് നമ്മളാരും വിചാരിച്ച പോലെയല്ല, കക്ഷിക്ക് രഹസ്യപുത്രിയൊക്കെ ഉണ്ടെന്ന്. അവർ പറയട്ടെ, നമുക്കെന്താ? നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നീ പറയുന്നത് ശരി തന്നെ. പക്ഷേ അവിവാഹിതയായ ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത് അന്തസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അമ്മ പ്രസവിച്ചില്ലേ കല്യാണത്തിന് മുൻപേ? പപ്പയ്ക്കും അതിലൊരു പങ്കില്ലേ? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കരുതായിരുന്നോ? ഞാൻ ജീവിച്ചിരുന്ന് തെറ്റായിപ്പോയോ? അലീനയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സ്റ്റാൻലി പകച്ചുപോയി. ഉത്തരമില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാ ജിജോയും പപ്പയുടെ അനുജത്തിയും. ദുർവിധി കാരണം ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ജീവനെപ്പോലെ സ്നേഹിച്ചയാളിൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാതെ അതിനെ പ്രസവിച്ച് വളർത്തണമെന്ന് റാണിയാൻ്റി തീരുമാനിച്ചെങ്കിൽ അതല്ലേ ശരിക്കും അന്തസ്സ് പപ്പ? അതിനു പകരം ആ പാവത്തിനെ ഭീഷണിപ്പെടുത്തി വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. ഒടുക്കം എവിടെയോ കൊണ്ടുപോയി രഹസ്യപ്രസവം നടത്തി. കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ചു. എന്നിട്ടോ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് സ്വന്തം മകളെ മറ്റൊരു ചെറുപ്പക്കാരന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഓർഫനേജിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തു. മകൾ കുഞ്ഞിനെ കാണാതെ മനം നൊന്ത് രോഗിയായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു. ഇങ്ങനെയാണോ കൊട്ടാരമറ്റം തറവാട്ടുകാർ അവരുടെ അന്തസ്സ് നിലനിർത്തുന്നത്? സ്റ്റാൻലി മകളെ തന്നെ ആശ്ചര്യത്തോടെ നോക്കിയിരിക്കുകയാണ്. ഒന്നും തിരിച്ച് മറുപടിയില്ല. സ്റ്റാൻലിയുടെ നോട്ടം കണ്ട് അലീന ചോദിച്ചു, സോറി പപ്പ, പപ്പയ്ക്ക് വിഷമമായോ തറവാടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ? ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇല്ല, മോള് പറഞ്ഞു, ഞാൻ കേൾക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ പറയട്ടെ. എന്താ? പപ്പ എന്നെ സഹായിക്കോ? എന്ത് സഹായം? റാണി ആൻ്റിയുടെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് വീണ്ടെടുത്ത് കൊടുക്കണം. അതിന് പപ്പയുടെ സഹായം എനിക്ക് വേണം. സ്റ്റാൻലി താല്പര്യമില്ലാത്തതുപോലെ ഇരുന്നു. എങ്കിൽ ശരി, എന്നെപ്പോലെ തന്നെ ആ കുഞ്ഞും 23 വർഷം അനാഥാലയത്തിൽ ജീവിക്കട്ടെ. റാണി ആൻ്റി എന്നും മോളെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ മനോരോഗിയായിട്ട് ജീവിക്കട്ടെ. പെട്ടെന്ന് സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് ആ ചിത്രം തെളിഞ്ഞു. ഏതോ ഒരു അനാഥാലയത്തിൻ്റെ വരാന്തയുടെ തൂണും ചാരി വിദൂരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ബാലിക. വേണ്ട മോളെ, ഞാൻ സഹായിക്കാമെന്ന് പെട്ടെന്ന് സ്റ്റാൻലി പറഞ്ഞു. അത് കേട്ടതും അലീന സ്റ്റാൻലിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ടാങ്കി പപ്പ, പപ്പ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അലീന സ്റ്റാൻലിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് മുറിയിലേക്ക് ചെന്നു. മുറിയുടെ മുമ്പിലെത്തിയപ്പോൾ വാതിൽ അകത്ത് നിന്ന് അടച്ചിട്ടിരിക്കുകയാണ്. അവൾ വാതിലിൽ തട്ടി. കുറേ തട്ടിയിട്ടും വാതിൽ തുറക്കുന്ന ലക്ഷണമില്ല. അലീന ഷെറിനെ ഉറക്കെ വിളിച്ചു. വാതിലിടിച്ചു നോക്കി. ശബ്ദം കേട്ട് അവതക്കുട്ടി അവിടേക്ക് വന്നു. ദേ വല്യപ്പച്ച, വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. അലീന പരിഭ്രമത്തോടെ പറഞ്ഞു. അവതക്കുട്ടി പുറത്തുപോയി ജനാലയിലൂടെ നോക്കാൻ ശ്രമിച്ചു. ജനാല അടച്ചു കൊളുത്തിട്ട് കർട്ടനും വലിച്ചിട്ടിരിക്കുന്നതിനാൽ അകത്തെ കാഴ്ചയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവതക്കുട്ടിയും കുറേ നേരം വിളിച്ചു നോക്കിയെങ്കിലും വാതിൽ തുറന്നില്ല. അലീന സ്റ്റാൻലിയെ വിളിക്കുവാനോടി.